ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നു ചൈന ബ്രിഡ്ജ്. അത് ചൈനീസ് ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി ഇവിടെ പണിതിരിക്കുന്നതാണ്. പുതിയതായിട്ട് ഒത്തിരി കൺസ്ട്രക്ഷൻസ് ചൈന ഇവിടെ നടത്തുന്നുണ്ട്. ഇതിൻ്റെ പാരലായിട്ട് തന്നെ ഇന്ത്യ ഗവൺമെൻറ്റും ഇവിടെ ഒരു ബ്രിഡ്ജ് പണിയുന്നുണ്ട്. ഇവിടെ ചൈന ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് എല്ലാവരും ബോട്ടിന് മാത്രമായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഈ ബ്രിഡ്ജ് വന്നതിന് ശേഷം മാത്രമാണ് വണ്ടിക്കുള്ള സൗകര്യമായത്. എല്ലാം ഐലൻഡുകളാണ്. ഈ ഐലൻഡുകൾ തമ്മിൽ ബ്രിഡ്ജായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയില്ല. എല്ലായിടത്തും ഐലൻഡിനോട് ബന്ധപ്പെട്ട് മെയിനായിട്ടുള്ള റിസോർട്ടുകളുണ്ട്. ചിലരുടെ സ്വന്തമായിട്ട് ഐലൻഡ് ഉള്ളതുണ്ട്. എല്ലാം പ്രൈവറ്റ് ഇതാണ്. വളരെ എക്സ്പെൻസീവ് ആണ്. ഇവിടെ മുമ്പ് സുനാമി വന്നപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തായിരുന്നു. പല റിസോർട്ടുകളും പാടെ പോയായിരുന്നു. പക്ഷെ അവർ റീകൺസ്ട്രക്റ്റ് ചെയ്തു. അവരുടെ ഓൺ ഫണ്ട് കൊണ്ട്, അവരുടെ മുമ്പുള്ള ഏണിങ് കൊണ്ട് തന്നെ അത് ഇത് ചെയ്തു. ഇവിടെ ബിസിനസ് അത്രയ്ക്ക് സക്സസ് ആണ്. ഇവിടെ ടൂറിസ്റ്റുകൾ ഒത്തിരി ഉണ്ട്. ഇപ്പം കൂടുതൽ ടൂറിസ്റ്റുകൾ വന്ന് തുടങ്ങുന്നുള്ളൂ ആഫ്റ്റർ കോവിഡ് കഴിഞ്ഞിട്ട്. എന്നാലും നല്ല ഇതാണ് രണ്ട് സൈഡ്. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത് തന്നെ കാണിക്കാം. ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന കുളുമാലി ടെർമിനൽ. ഇവിടെ നിങ്ങൾക്ക് കാണാം പല തരത്തിലുള്ള ലക്ഷറി ആയിട്ടുള്ള ബോട്ടുകളും. ഇവിടെ നിന്നാണ് ഞാനിപ്പോൾ സ്കൂബ ഡൈവിങ്ങിന് ഇതിനായിട്ട് പോകുന്നത്. അതായത് വെള്ളത്തിൻ്റെ അടിയിൽ നമുക്ക് പോയി അങ്ങനെയുള്ള, അതായത് ഇവിടുന്ന് മറ്റൊരു ഇവിടെ നിന്നാണ് സഫാരിക്ക് പോകുന്നത്. ഏകദേശം $200 വരുന്നത് നമുക്ക് സഫാരിക്ക് പോകുന്നത്. അതാകുമ്പോൾ അണ്ടർ വാട്ടറും അങ്ങനെ ഈ ഇതൊക്കെ ഉണ്ട്. നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. എല്ലാം കൊണ്ടും ഇവിടെ ഓരോ സിറ്റിയൊക്കെ വളരെ ക്ലീനാണ്. നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഷിഫ്റ്റ് തുടങ്ങുകയാണ് ക്ലീനിങ്ങിന് മാത്രമായിട്ട്. ഗവൺമെൻറ് ടൂറിസം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് പൈസ മുടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൂറിസ്റ്റുകളും വരുന്നുണ്ട്. ഇവിടെ ഉള്ളവർക്കൊക്കെ പ്രോപ്പർട്ടി എല്ലാവർക്കും ഐലൻഡിലാണ് ഇവരുടെ പ്രോപ്പർട്ടിയൊക്കെ. പിന്നെ ഇപ്പം നമ്മൾ പോരുന്ന വഴി ഒത്തിരി പുതിയ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. ഒത്തിരി ബിൽഡിങ്സൊക്കെ പണിയുന്നുണ്ട്, ഫ്ലാറ്റുകൾ. ഈ ഫ്ലാറ്റുകൾ ശരിക്കും പണ്ടേ തീരേണ്ടതായിരുന്നു. പക്ഷേ ഈ കൊറോണ ഹിറ്റ് ചെയ്ത് അതിന് ശേഷം ചൈനീസ് ഗവൺമെൻറ് ആയിരുന്നു ഇതിൻ്റെ വർക്കുകളൊക്കെ എടുത്തിരുന്നത്. കൊറോണ ആയതുകൊണ്ട് അവർക്ക് വർക്ക് തീർക്കാൻ പറ്റിയിട്ടില്ല. ഒരു നോക്കി ഒത്തിരി ഫ്ലാറ്റുകൾ പണിയുന്നുണ്ട്. ഇപ്പം ആയിട്ട് ഇപ്പോൾ വേറെ ഓരോരുത്തർ കോൺട്രാക്ട് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ചൈനയിൽ കൊറോണ ഇപ്പോഴും നിൽക്കുന്നതുകൊണ്ട് അവർക്കാർക്കും വരാനോ അത് തീർക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. നല്ല ഡെവലപ്മെൻ്റാണ്. ഇവിടുന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതായത് ഈ ബോട്ടുകളൊക്കെ ലക്ഷറി ബോട്ടുകൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ മാത്രമാണ് അതിൻ്റെ ആ ഒരു ലക്ഷറി നമുക്ക് മനസ്സിലാവും. മാലിയിൽ നിന്നും ക്യാമറാമാൻ ലിബിൻ.
അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന കുളുമാലി ടെർമിനല്. കുളുമാലി എന്ന് പറഞ്ഞാൽ മറ്റേ ഇതിനോട് ഒരു ഐലൻഡ് പോലെ വേറൊരു സ്ഥലമാണ്. ഇത് ശരിക്കും മാൻമെയ്ഡ് ഒരു സ്ഥലമാണ് ഇവിടെ മൊത്തം. ഇവിടിനെ പറ്റി കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ എൻ്റെ ഫ്രണ്ട് തന്നെ പറയും, കൂടുതൽ എക്സ്പ്ലെയിൻ. Yes, my name is Ajay. So this is the island Kulumale. Kulumale is the biggest island in Maldives, 7 kilometers. So this island is almost 20 years completed. It is man-made island. So this island have all the facilities like bank, hospitals, schools, police station. Everything is available here. So today we go for scuba diving. So that place is the very nice place to dive. So you guys also come and join. Thank you very much. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ലാംഗ്വേജ് ഇവര് സംസാരിക്കുന്നത് ഹിബാഹിയാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ലാംഗ്വേജ് ബാരിയർ ഇല്ല. മലയാളം സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളൂ. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് നന്നായിട്ടാണ്. അതുകൊണ്ട് ലാംഗ്വേജിന്റെ പ്രശ്നം വരില്ല അവിടെ. എല്ലാവരും ഈവൻ ടാക്സി ഓടിക്കുന്നവർ മുതൽ എല്ലാവരും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും നമുക്ക്. അതുകൊണ്ട് ലാംഗ്വേജിന്റെ പ്രശ്നമില്ല. പിന്നെ ഇവിടുത്തെ പൈസ നമ്മുടെ ഇന്ത്യൻ റുപ്പിയ അല്ല, ഇവിടുത്തെ റുഫിയ ആണ് ഇവിടുത്തെ പൈസ. നമ്മള് കാർഡൊക്കെ കൊണ്ടുവരുമ്പോ നിങ്ങൾ പോരുന്നതിന് മുമ്പ് തന്നെ എയർപോർട്ടിൽ നിന്ന് കുറച്ച് പൈസ ചേഞ്ച് ആക്കി വെച്ചോളണം. ഒരു പക്ഷേ നിങ്ങളുടെ കാർഡുകൾ എല്ലാ ATM-ലും വർക്കായിന്ന് വരണം. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. പിന്നെ എല്ലായിടത്തും നിങ്ങൾക്ക് കാർഡ് എല്ലായിടത്തും തന്നെ ഉപയോഗിക്കാൻ പറ്റും മെയിൻ സ്ഥലങ്ങളിൽ. പക്ഷെ ചെറുതായിട്ടുള്ള ടാക്സ് അല്ലാതെയുള്ള ചെറിയ ഇതിലൊക്കെ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ ഇപ്പൊ ഹോട്ടൽ പാക്കേജിൽ ഇതൊക്കെ ഇൻക്ലൂഡിങ് ആണ് മിക്കതും തന്നെ. നമ്മൾ എയർപോർട്ടിൽ നിന്ന് അവിടുന്ന് കൊണ്ടുപോകുന്നതും പിന്നെ സ്കൂബ ഡൈവിങ് പ്രൈവറ്റ് ആയിട്ടും ഉണ്ട്, അല്ലാതെ ഉണ്ട്. അതൊക്കെ അവരെല്ലാം ഇത് ചെയ്തോളും. പിന്നെ അതൊക്കെയാണ്. പിന്നെ ഫുഡൊക്കെ നമുക്ക് ബൊഫേ ആയിട്ടുള്ള അങ്ങനെ പല രീതിയിലുള്ള പാക്കേജ് ഉണ്ട്. അത് നോക്കി എടുത്തേച്ചാൽ മതി ഫുഡിൻ്റെയും ഇതൊക്കെ. അല്ലെങ്കിൽ നമ്മളിതൊക്കെ അന്വേഷിച്ച് കിടക്കും. പിന്നെ വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച ഇവിടെ ഒരു ഉച്ച വരെ കംപ്ലീറ്റ് 2:30 വരെ ഇവിടെയൊക്കെ കടകളൊക്കെ അടച്ച്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ആ ദിവസങ്ങൾ നോക്കി വരണം. അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കിട്ടാനായിട്ട് 2:30-3 മണിയോടുകൂടിയാണ് ഇതൊക്കെ കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. നമ്മളെ ഈ കാണാൻ പോകുന്ന റിസോർട്ടിന്റെ പേരാണ് കുറുമ്പ. ഏകദേശം പെർ ഡേ ഇവിടെ താമസിക്കുന്നതിന് $600 നമ്മളിപ്പോൾ ഒരു പാക്കേജ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 10 ദിവസത്തേക്കുള്ള ഒരു ഇതാണെങ്കിൽ 10 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും കാണാം. നമ്മുടെ ഫുഡ് എല്ലാം ഇൻക്ലൂഡിങ് ആണ്. 10 ദിവസത്തേക്കുള്ളതിന് $6000 മുടക്ക് വരും. അവര് നമ്മളെ എയർപോർട്ടിൽ നിന്നും കൊണ്ടുവരുന്നു മുതൽ ഫുഡ്, ഡ്രിങ്ക്സ് അതെല്ലാം അവൈലബിൾ ആണ്. മറ്റൊരു കാര്യം, നമുക്ക് മാലിയിൽ എല്ലായിടത്തും ഡ്രിങ്ക്സ് അവൈലബിൾ അല്ല. ഇത് കുളുമാലി ആണ്. മറ്റേ മാലി അവിടെ ഡ്രിങ്ക്സ് ബാൻഡ് ഡ്രൈ ഏരിയ ആണ്. നമ്മൾ ആവശ്യമില്ലാതെ ഇപ്പം ആരെങ്കിലും ഡ്രിങ്ക്സ് കഴിക്കുകയോ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കൊണ്ടുവരികയോ ഒക്കെ ചെയ്ത് അവിടെ കള്ളൊക്കെ കുടിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ 20,000 ഇവിടുത്തെ പൈസ ഫൈൻ അടയ്ക്കും. പിന്നെ നമ്മളെ ജയിലിലും പിടിച്ചിടും. അതുകൊണ്ട് മാലിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. 2 ഇതുണ്ട്. ഒരു സ്ഥലത്ത് ഡ്രൈ ആയിട്ടുള്ള ഇതാണ്. അവിടെ ആരും മദ്യം ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ലക്ഷറിയുടെ മാക്സിമം എന്ന് പറയാം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈവൻ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കുള്ള പാക്കേജ് എടുത്താണെങ്കിലും ഇവിടെയൊക്കെ താമസിച്ചിട്ടുണ്ടെങ്കിൽ $600 അതാണ് പെർ ഡേ അവർ ചാർജ് ചെയ്യുന്നത്.
കുറുമ്പ റിസോർട്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്യുക www.kurumba-resort.com മാലി. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ നിന്ന് കിട്ടുന്ന തെങ്ങുകളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ്. ഇതൊരു ഐലൻഡ് ഇവർ വാങ്ങിച്ചിട്ട് അത് പ്രൊമോട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മള് സ്കൂബ ഡൈവിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നേരെ ഇതിനോ ഫെറിയോട് ചേർന്നൊന്നുമല്ല ഇത് പറ്റുന്ന. ഇവിടുന്ന് ബോട്ടിന് പോകണം ഈ പറഞ്ഞ സ്ഥലത്ത്. അതായത് സമുദ്രത്തിന്റെ ഇച്ചിരി ഉള്ളിലായിട്ടാണ്. അവിടെയാണ് നമുക്ക് മീനുകളൊക്കെ കാണാൻ പറ്റുന്നത്. സറൗണ്ടിങ് ഒക്കെ ഒന്ന് എടുക്കും. അത് ഇവിടുത്തെ യാത്ര തിരിക്കുന്നുള്ളൂ. നമുക്ക് നമ്മൾ സറൗണ്ടിങ് ഒക്കെ ഒന്ന് കാണാൻ പറ്റും. ഏകദേശം ഇതാണ്. ഇതുപോലത്തെ ഒരു തിരക്കിന് ഒരാൾക്ക് വേണ്ടി വരും. ഇവിടെ ചെന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുമ്പോൾ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത് ഇതിലാണ്. ഇതൊക്കെ ഈ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാം ലക്ഷറി ആയിട്ടുള്ള ഞാൻ പറഞ്ഞത് ആദ്യമേ ഇത് ഒരു ഫെറിയാണ്. ഇവിടുന്നാണ് പലയിടത്തേക്കുള്ള ബോട്ടുകളും ഒക്കെ പോകുന്നത്. പിന്നെ ആ കണ്ട ബോട്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. മാറ്റി എടുക്കേണ്ട പിന്നെ കൂടുതലായിട്ടുള്ള വിശേഷങ്ങൾ പിന്നീട് പറയാം. So understand good? Yeah. Okay, so this is the one because the inflator hose. Okay, there is two buttons. This inflator, deflate. Right? So this time you're going to jump in the water. Right? But before you jump the water, the inflator will be. Okay, right. Okay, now you jump in. You are not going down. This side down here. Yeah. You will be close. Okay. Then I will take you very close to me. Okay? Yeah, then I will say you to go down. Okay? This one takes up. Press the inflator button. See? Yeah. Okay? Now you going slowly down. Okay, make sure when you go 1 meter, your ear is little bit paining. That is the pressure. Okay? Okay, understand? Normally you fly the airplane. Yeah. Okay, pressure, right? You going up pressure, down pressure, right? Okay, then when the pressure comes, you hold your nose tightly, exhale from the nose. See? Yeah. Then the air will be open. Okay? That is because equalize. അപ്പം ഞങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ ഇതിൻ്റെ കടലിൻ്റെ അടിയിലേക്ക് പോവുകയാണ്. ഇവിടെ ഇവരൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. ഒരു 1-to-1 ആണ് നമുക്ക് തരുന്നത്. ഓരോരുത്തരുടെ കൂടെയും ഒരാൾ മോണിറ്റർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും സേഫാണ്. എല്ലാം കൊണ്ടും പിന്നീടുള്ള കാഴ്ചകൾ ഉടൻ തന്നെ കാണിക്കുക. എൻ്റെ ഫ്രണ്ട് എൻ്റെ വീഡിയോ എടുക്കും അണ്ടർ വാട്ടറിലുള്ള അതും കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. ഞങ്ങളപ്പോൾ ഇതിനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പറഞ്ഞിരിക്കുന്നത് ഇതിങ്ങനെ വെച്ച് വായുടെ ഉള്ളിൽ വെള്ളമോ അപ്പോൾ അറിയാതെ അങ്ങനെ വായിലേക്ക് വെള്ളം പൊട്ടി ഇതിലൊക്കെ ഞെക്കിയാൽ മതി. അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്ത് പോകും. അപ്പോൾ ഇതിലും ഒരു കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ ഒക്കെ തന്നിട്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ചാടാൻ പോകണം. When I tell you, you jump, okay? Put the regulator inside your mouth. This. Put inside. Yes. Hold it one hand. Yeah. Other hand. Tank. Yeah. Okay. Okay. 1. Okay. Kaya duran dyan. Apple. Okay. 1, 2, 3. Okay. 1, 2, 3.
നീ വീണ്ടും ചാടിയ സാധനം ഇല്ലട്ടാ, കുഴപ്പമില്ല, നമുക്ക് കൊണ്ടിരുന്നാലല്ലേ. സ്കൂബ ഡൈവിങ് കഴിഞ്ഞ് ജസ്റ്റ് കയറി വരുന്നവരെയാണ്. ഏകദേശം 14 മീറ്റേഴ്സ് അടിയിലേക്ക് പോയി. ഞങ്ങള് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ വളരെ ഹെൽപ്ഫുള്ളാണ്, സേഫാണ്. ഞാൻ ഓർക്കുകയാണ്, ചെറുപ്പത്തില് എൻ്റെ അമ്മ വീട്ടിൽ വെച്ചാണ് ഞാൻ നീന്തൽ പഠിച്ചത്. ഇത്രയും കടലിൻ്റെ അടിയിലേക്ക് പോകാനായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈവൻ നീന്തൽ അറിയില്ലെങ്കിൽ പോലും ഇവരത് ഹെൽപ്പ് ചെയ്തോളും, നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പോകാൻ പറ്റും. നമ്മള് ഫെറിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂർ അണ്ടർ സീ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. വിശക്കുന്നുണ്ട്. ഇനി സ്ഥലത്തേക്ക് പോകും. ഇവരുടെ ഭക്ഷണം മീനൊക്കെ ഒത്തിരി നല്ല ഇതാണ്. എന്താണെങ്കിലും ഇവിടെ ഒത്തിരി സാൽമണിന്റെ ഇവർ എക്സ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നു, ടിന്നിലാക്കി. പിന്നെ മറ്റൊന്ന്, ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ ഈ സീ വാട്ടർ തന്നെ അവർ ഇത് ശുദ്ധീകരിച്ചാണ് കുടിക്കാനായിട്ട് എടുക്കുന്നത്. കാരണം ഇതിന് ചുറ്റും കടലാണല്ലോ. അപ്പോൾ ശരി, വീണ്ടും കാണാം. സ്പീഡിലുള്ള ബോട്ടാണത്. വളരെ നല്ല പാക്കേജ് ഇത് തരുന്നുണ്ട്. ഭയങ്കര എൻജോയ്മെന്റ് ആയിരിക്കും. നിങ്ങൾ ഇതും മിസ്സാക്കരുത് കേട്ടോ. താങ്ക് യു.